തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇടത് സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ലക്ഷങ്ങൾ ചിലവിട്ട് കോഴിക്കോട് ടൌൺഹാൾ നവീകരിച്ചതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ.സി. അബു പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ ബുധനാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്തി രാജ് നഗരപാലിക ബിൽ അനുസരിച്ച് 5 വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന തീരുമാനം നടപ്പാക്കുന്നതിൽ ഇടതു സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വൈകുന്നതിലൂടെ ഭരണമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇടതു സർക്കാരിനായിരിക്കും. ഇത്തരത്തിൽ ഇടതു സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിരിക്കുകയാണെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ.സി. അബു ആരോപിച്ചു. അതുപോലെ ഈ റബ്ബർ മരം സ്ലോട്ടറിന് കൊടുക്കുന്നത് പോലെ എന്നും 50 രൂപ പോലും എടുക്കുന്നത് പോലെ ലാസ്റ്റ് ഇട്ടത് മുഴുവൻ വലിച്ചെടുക്കുകയാണ്. ഈ അഴിമതി കാണുന്നതിനെതിരെ ഇതുവരെ ഒരു ശക്തമായ പ്രതികരണം ആരുടെ ഭാഗത്ത് വന്നിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വീട്ടിൽ സ്വന്തം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളത് പോയി പരിശോധിച്ചു. കോഴിക്കോട് ടൌൺഹാളിന്റെ ചുമരുകളിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 30 ലക്ഷം രൂപ ചിലവഴിച്ച് കോഴിക്കോട് ടൌൺഹാൾ നവീകരിച്ചതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നഗര സൌന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പ്രവർത്തനങ്ങളിലും വൻ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPIM ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ ബുധനാഴ്ച DCC ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ EK ഗോപാലകൃഷ്ണൻ, KV സുബ്രഹ്മണ്യൻ, PK മാമുക്കോയ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.